ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം കുറച്ച് കാർവിംഗ് നൈഫ് മേടിച്ചായിരുന്നു. അപ്പം ഒന്നിൻ്റെ അകത്ത് തന്നെയാണ് എനിക്ക് 4 പീസായിട്ട് എഴുതിയേക്കുന്നത്. ഈ രീതിയിൽ 70 ദിറമാകുന്നു ഇവിടുത്തെ റേറ്റ് വെച്ചിട്ട്. അങ്ങനെ 4 സെറ്റുകൾ അവിടെ. അപ്പോൾ ഇന്ന് ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കാർവിംഗ് ചെയ്താൽ കൊള്ളാൻ തോന്നി. ഒരു ബീട്രൂട്ട് കിട്ടിയായിരുന്നു, അത് വെച്ചിട്ട് ഫ്ലവർ കാർവിംഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ താഴെ ഒന്നായി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താഴെ ഫസ്റ്റ് 2 പെറ്റിന്, അതിനുശേഷം ഓരോ പെറ്റിൽ മേളിലോട്ട് കൂട്ടി ഞാൻ പെറ്റിൽ ചെയ്യുന്നതിൻ്റെ കാണിച്ചതായി. ഞാൻ ഈ രീതിയിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു താഴെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്ലസ് ബട്ട് നമ്മളൊരു പ്ലസ് രീതിയിൽ കാണിക്കും. കണ്ടില്ല, ഈ രീതിയിൽ നമുക്കത് മെൻഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലസ് വരച്ചതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഒന്ന് നമ്മൾ അകത്തോട്ട് നൈഫ് കയറ്റി വിട്ട് ഒന്ന് ചരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പം കട്ട് ചെയ്ത് ഒരു നിങ്ങളെ എളുപ്പത്തിന് വേണ്ടി ഒരു കോൺ ഷേപ്പ് ആദ്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പീൽ ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ കാണാൻ ഒരു ഭംഗിക്കുറവായിരുന്നു. അതുകൊണ്ട് ഞാനതൊന്ന് കാർവ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. നമുക്കൊരു ചെറിയൊരു കോൺ ഷേപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കത് കാർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് പെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു കോൺ ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് പെറ്റലിന് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഫസ്റ്റ് ഇതിൻ്റെ തുമ്പ് ചെറുതായിട്ട് അകത്തോട് കയറ്റി വിട്ടിട്ട് ചെറുതായിട്ട് ഈ അറ്റം വരുന്നിടം വരെ അകത്തോട്ട് ഇവിടെ നമ്മൾ ഒരു ലെയറായി എടുക്കുന്നത്. അതിന് വേണ്ടിയാണ് ചെറുതായിട്ട് പിന്നാക്കിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ കട്ട് ചെയ്ത് ഫസ്റ്റ് പെറ്റലായി നമുക്ക് ആ ഫസ്റ്റ് പെറ്റൽ വന്നത് എങ്ങനെയാണെന്ന് കാണാം. അത് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നോക്കാം. നമ്മളിവിടെ നല്ല കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോയത്. നമുക്ക് ആ പെറ്റൽ കാണാൻ വേണ്ടി ആ കട്ട് ചെയ്തതിന് മുകളിൽ കൂടുതൽ കട്ട് ചെയ്ത് നമുക്ക് ആ ഫസ്റ്റ് പെറ്റൽ എങ്ങനെ പോയിട്ട് കാണിച്ചാൽ നമുക്ക് ഫസ്റ്റ് പെറ്റലിൻ്റെ മേളിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പെറ്റൽ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും നമ്മുടെ തിന്നായിട്ടുള്ള പെറ്റൽ വരുന്നത്. നമുക്ക് താഴെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന 2 പെറ്റൽ ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ മേളിലോട്ട് പെറ്റലിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഫസ്റ്റ് പെറ്റൽ വന്ന സ്ഥിതിക്ക് അടുത്ത പെറ്റൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഒരുപാട് സ്ലോപ്പ് പോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് പെറ്റൽ വേണ്ടി ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫൈൻ നൈസായിട്ട് എത്ര നൈസായിട്ട് ചെയ്യാൻ പറ്റും അത്ര കട്ടി കുറച്ച് ഒന്നിൽ നിന്ന് അകത്തുനിന്ന് അടുത്തതിൻ്റെ അകത്തേക്ക് ഈ രീതിയിൽ താഴെ നമ്മളിപ്പം ആദ്യത്തെ പെറ്റലെടുത്തു, അടുത്ത പെറ്റലിന് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അകത്തുനിന്ന് ട്രിം ചെയ്ത് കട്ട് ചെയ്തെടുക്കാവേ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെറ്റലിങ് കറക്റ്റ് കിട്ടത്തുള്ളൂ. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പം 2 പെറ്റലാണ് കിട്ടിയേക്കുന്നത് ഫൈനായിട്ടുള്ളത്. നമുക്ക് അടുത്തതൊന്ന് ലെവൽ ചെയ്തിട്ട് അടുത്തടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ 2 പെറ്റലാണ് വന്നേക്കുന്നത്. ആദ്യത്തെ ഈ പെറ്റലും രണ്ടാമത്തെ ഈ പെറ്റലും. ആദ്യത്തെ പെറ്റലെടുത്ത് അകത്തുനിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് രണ്ടാമത്തെ പെറ്റലും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു രീതിയിലുള്ള തിന്നായിട്ടുള്ളൊരു പെറ്റലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് ആദ്യം ഇപ്പോൾ കിട്ടിയേക്കുന്നത് 2 പെറ്റൽ, അടുത്ത ലെയർ നമ്മൾ 3 എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് പെറ്റൽ ഒന്നുകൂടെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ പെറ്റലെടുത്തതിൻ്റെ മേളിൽ നിന്ന് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവേ. കാർവിംഗ് നൈഫ് ചെറുതായിട്ട് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ട്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വേണം നമ്മൾ ആദ്യത്തെ പെറ്റൽ ഇത്, രണ്ടാമത്തെ പെറ്റൽ ഇത്. രണ്ടാമത്തെ പെറ്റൽ തീരുന്നതിൻ്റെ അവിടിൻ്റെ ഒരു കുറച്ചകത്തുനിന്ന് നമ്മൾ അടുത്ത പെറ്റൽ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മളൊരു ഈ വരുന്ന ലൈൻ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെറ്റൽ നന്നായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. എപ്പോഴും തിന്നായിട്ട് കട്ട് ചെയ്യുക. അവിടുന്ന് രണ്ടാമത്തെ പെറ്റലിന് അവിടുന്ന് ആദ്യത്തെ പെറ്റലിൻ്റെ ഇവിടം വരെ പകുതിക്ക് വെച്ച് നിർത്തി. അടുത്ത പെറ്റൽ നമുക്ക് അതിൻ്റെ മേളിൽ നിന്നുള്ള സ്കിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ പെറ്റലും കിട്ടും. അടുത്ത ലെയറിലുള്ള ആദ്യത്തെ പെറ്റൽ. ഈ അടുത്ത പെറ്റൽ ഇപ്പോൾ നമുക്ക് കാണാം. ഇനി ഒന്നുകൂടെ ട്രിം ചെയ്ത് ബാക്കി പെറ്റലുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറുമായി അതിൻ്റെ മേളിലത്തെ ഫസ്റ്റ് ലെയറിലുള്ള അതേ കൂടെ ഫസ്റ്റ് പെറ്റൽ എടുത്തു. അത് സൈഡിൽ കൂടെ ട്രിം ചെയ്ത് ഞാനിപ്പം ഇവിടം വരെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പെറ്റൽ ചെയ്യാം. അടുത്ത പെറ്റലിന് വേണ്ടി നമ്മൾ ഈ രണ്ടാമത് ചെയ്ത പെറ്റലിൻ്റെ ഒരു അകത്തുനിന്ന് തന്നെ അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. ബീട്രൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് കട്ടിയുള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ എടുക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. ഒരുപാട് കട്ടി കുറവാണെങ്കിൽ ഈ നൈഫ് നല്ല ഷാർപ്പായതുകൊണ്ട് കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയിലുള്ള സ്കിന്ന് റിമൂവ് ചെയ്ത് അടുത്ത പെറ്റൽ എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ലെവൽ ചെയ്ത് അടുത്ത പെറ്റൽ എടുക്കാം. നമുക്ക് ആ രീതിയിലാണ് പെറ്റലുകളെല്ലാം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അടുത്ത പെറ്റൽ ചെയ്യാം.
ഇനി അടുത്ത പെറ്റിൽ അത് ചെയ്ത് കൊടുക്കാം. അകത്തൊന്ന് ചെറുതായിട്ട് ലെവലാക്കി കൊടുക്കാം. ഈ പെറ്റിൻ്റെ അകത്തുനിന്ന് അടുത്ത പെറ്റ് ചെയ്യാം. കാരണം ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല കാർവിങ്. സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാർവിങ്ങിനോട് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ, കാർവിങ് പഠിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിലാണ് പെറ്റിൽ നിൽക്കുന്നത്. നമുക്ക് അടുത്ത ലെയറുകൾ ചെയ്തു പോകാം. ഇപ്പോൾ നമുക്ക് ലെവലായിട്ട് ഇപ്പോൾ നേരെയാണ് നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ മേളിലോട്ട് ഈ കാണുന്ന ബീട്രൂട്ടിൻ്റെ മേളിലോട്ട് പെറ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം അടുത്ത ലെവൽ കട്ട് ചെയ്ത് കൊടുക്കാൻ. ഒരു സ്ലാൻഡായിട്ട് മേളിലോട്ടുള്ള കട്ടിങ് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ രീതി മേളിലോട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ വെച്ചാണ് അടുത്ത പെറ്റിൽ ചെയ്യണമെങ്കിൽ അപ്പോൾ അത് അകത്തുനിന്ന് കട്ട് ചെയ്തിട്ട് ഈ പെറ്റലിനെ മേളിലേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും നേരം ചെയ്ത രീതിയിലല്ലാതെ ഈ പെറ്റൽ മേളിലോട്ട് നിൽച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത്ര നാളെ താഴോട്ട് ഇരുന്നത് അടുത്ത ഇനി പെറ്റലുകൾ മേളിലേക്ക് ഡീറ്റെയിലിംഗ് ചെയ്ത് പോകണം. നമുക്ക് ട്രിം ചെയ്തിട്ട് അടുത്ത പെറ്റൽ ചെയ്യാവേ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഡീറ്റെയിലിംഗ് ചെയ്ത് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് കൂടെ ചെയ്ത് മേളിലേക്ക് പോവുകയാണ്. നമ്മൾ മേളിലേക്ക് പെറ്റൽ ചെയ്യുന്നതിനനുസരിച്ച് മേളിൽ നിന്നുള്ള സ്കിന്നുകൾ എപ്പോഴും നമ്മൾ റിമൂവ് ചെയ്ത് മേൽഭാഗം എപ്പോഴും ഒരു റൗണ്ട് ഷേപ്പിലേക്ക് എത്തിക്കാൻ നോക്കണം. ഇതിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് നിൽക്കുന്നത്. അടുത്ത പെറ്റലുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് എപ്പോഴും അതിനൊരു റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് പെറ്റൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ടൈലർസോ കാര്യങ്ങളോ വേണം കിട്ടും.
ഡീറ്റെയിലിംഗ് ചെയ്ത് നമ്മുടെ ഫ്ലവർ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. എൻ്റെ ഇപ്പം കാർവിംഗ് നൈഫ് ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പം ഡീറ്റെയിലിംഗ് ചെയ്ത രീതിയിലും എനിക്കിപ്പം പെറ്റൽസും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള നൈഫ് പറ്റുമെങ്കിൽ കാർവിംഗ് നൈഫ് മേടിക്കുക. നാട്ടിലൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ 70 രൂപ മുതൽ സ്റ്റാർട്ടിങ് കാർവിംഗ് നൈഫ് കിട്ടും, നാട്ടിൽ കിട്ടും. ഞാനിപ്പോൾ UAE ആണുള്ളത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇനി പുതിയതായിട്ട് ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം ഒരു കമൻറ്റായിട്ടും ഒരു ലൈക്കായിട്ടും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.